BMC Sport News. നമസ്കാരം, BMC സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബഹ്റിൻ മീഡിയ സിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹിക തിന്മകൾക്കെതിരെ റിവൈവ് ദ യൂത്ത് എന്ന ബോധവൽക്കരണ സെമിനാറും BMC എക്സലൻസ് അവാർഡും സംഘടിപ്പിച്ചു. ഷെഗയ BMC ഹാളിൽ ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് DMC ബഹ്റിൻ ചാപ്റ്ററും പാൻ ബഹ്റിനും ചേർന്നൊരുക്കിയ ബോധവൽക്കരണ സെമിനാറിൽ മുഖ്യാതിഥിയായി മുൻ ഇന്ത്യൻ സ്ഥാനപതിയും മുതിർന്ന നയതന്ത്രജ്ഞനും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മുൻ അധ്യക്ഷനുമായ TP ശ്രീനിവാസൻ പങ്കെടുത്തു. സുപ്രീംകോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ദീപ ജോസഫ് മുഖ്യ പ്രഭാഷകയായും സെമിനാറിൽ പങ്കെടുത്തു. ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുകയും അടുത്തിടെയായി കൌമാരക്കാരുടെയും കുട്ടികളുടെയും ഇടയിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉപയോഗത്തിനും സാമൂഹിക തിന്മകൾക്കുമെതിരെ മാതാപിതാക്കളിലും കുട്ടികളിലും അവബോധം വളർത്തി ശാക്തീകരിക്കുക എന്നതാണ് ഈ സെമിനാറിലൂടെ തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തു. To face the challenges of the modern world, നമ്മുടെ മക്കളൊക്കെ പ്രാപ്തരാണോ? ഇത്തരം കാര്യങ്ങൾ വിശദമാക്കുന്നതിന്, വിശദീകരിക്കുന്നതിന്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് നമ്മുടെ സെമിനാറിൻ്റെ പേര് ബോധവൽക്കരണ ക്ലാസ് എന്ന് തന്നെയാണ്. ബഹ്റിൻ മീഡിയ സിറ്റി ഇൻ അസോസിയേഷൻ വിത്ത് ഡിസ്ട്രസ് മാനേജ്മെൻറ്റ് കളക്റ്റീവ് DMC ആൻഡ് പാൻ ബഹ്റിൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നു റിവൈവ് ദ യൂത്ത്. രാസലഹരിയിലേക്കുള്ള പ്രയാണത്തെ തടയുവാൻ, സാമൂഹിക തിന്മകൾക്കെതിരെ പോരാട്ടം സംഘടിപ്പിക്കുവാൻ എപ്പിസോഡ് നമ്പർ 1 ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി ശ്രമിക്കുന്നവർക്കെതിരെ വിദ്യാർത്ഥികളും യുവാക്കളും ജാഗ്രത പാലിക്കണമെന്നും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക, ലഹരി ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക, ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമിട്ട് തങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും TP ശ്രീനിവാസൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. It has now been calculated that the worst affected part of Kerala when it comes to synthetic drugs is Kerala. It used to be Punjab earlier, Himachal Pradesh, etc. But now Kerala has overtaken all these states. This is true also about alcoholic drugs. The consumption of alcohol in Kerala is absolutely high, particularly because we have a very hypocritical approach to drinking. Because drinking is considered an evil, and so you do not find anybody drinking in public. So in India, Kerala is the most widely spread habit of using synthetic drugs, and it is linked with entertainment industry, and particularly the movie industry. We had a big scandal about women complaining about abuse in the movie industry. For 3-4 months, there was great debate about it. People were being arrested, etc. ലഹരിക്ക് അടിമയാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നും മയക്കുമരുന്നുകൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അതിന്റെ ആധിപത്യം സ്ഥാപിക്കുന്നത് എങ്ങനെയെന്നും ലഹരി മരുന്നുകളിൽ നിന്നെങ്ങനെ മോചനം സാധ്യമാകുമെന്നീ കാര്യങ്ങളും അഡ്വക്കേറ്റ് ദീപ ജോസഫ് തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ ഉദാഹരണ സഹിതം സദസ്സിന് വ്യക്തമാക്കി. ഇവിടെയൊക്കെയോ ഒളിഞ്ഞോ തെളിഞ്ഞോ എന്തൊക്കെയോ നമ്മളിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. സാമൂഹിക ജീവികളായ നമ്മളിൽ എവിടെയൊക്കെയോ ചില ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ആ കാര്യങ്ങളിലേക്ക് നോക്കാം. ഇന്ന് മനുഷ്യരുടെ ആയുസ് 100, 102, 110, 120 ആണെന്നിരിക്കെ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. ഏറിയാൽ 30, 40, 50, അതിനിടയ്ക്ക് കരളില്ല, അല്ലെങ്കിൽ ഹൃദയം നിശ്ചലമായി, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നമായി വീട്ടിലിരുന്നോ വഴിയിൽ കിടന്നോ ഒക്കെ ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു ജീവിതമായി നമ്മുടെയൊക്കെ ജീവിതം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ കാലത്ത് വളരെയധികം 8ഉം 10ഉം മക്കളൊക്കെ ഉള്ള വീടുകളിലാണ് എൻ്റെയൊക്കെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആ ഒരു തലമുറ ഉണ്ടായിരുന്നത്. പക്ഷേ ആ 10 മക്കളും എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന്
ന്യൂക്ലിയർ ഫാമിലിയാണ് 1 അല്ലെങ്കിൽ 1.5. ആ മക്കളെ പോലും നോക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് സമയമില്ല. അന്ന് കഴിക്കാനുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, പച്ചവെള്ളം കുടിച്ചും വെള്ളം ചൂടാക്കിയും ഒക്കെ കൊടുത്ത് മക്കളെ കൂലിവേലയ്ക്കും ഒക്കെ പോയി സമ്പാദിച്ചതുകൊണ്ട് വീതിച്ച് വളർത്തിയ മക്കൾ ലക്ഷ്യബോധമുള്ളവരായിരുന്നു. അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേർന്നു. പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾക്ക് ലക്ഷ്യമില്ല, പിന്നെ എങ്ങനെ അവരുടെ മക്കൾക്ക് ലക്ഷ്യമുണ്ടാവും? ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് നമ്മൾ മാതാപിതാക്കൾ, പേരൻസ് അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി വി ചെറിയാൻ, DMC കൺവീനർ സാനി പോൾ, പാൻ ബഹ്റിൻ, പോളി പറമ്പി, സാമൂഹിക പ്രവർത്തകൻ ജോസ് കെ.ടി. എന്നിവർ ലഹരിയുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സെമിനാറിൽ സംസാരിച്ചു. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന സെമിനാറിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. BMC കുടുംബാംഗങ്ങളിൽ നിന്ന് 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള BMC അക്കാദമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങും സെമിനാറിന് ശേഷം വേദിയിൽ നടന്നു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ 97% മാർക്ക് കരസ്ഥമാക്കിയ ഇഷിക പ്രദീപിന് ഐമാക് BMC ടോപ്പർ അവാർഡ് TP ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർ ചേർന്ന് കൈമാറി. തുടർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ആൻവിയ അച്ചു, അലീന റീജൻ വർഗീസ്, അഹാന സ്മിത കുമാർ, ബയൂല ജാസ്മിൻ, ഭരത് കൃഷ്ണ, പ്രിയംവദ NS, നോറ അന്ന, ശരണ്യ ജയൻ, അബ്ജൽ പോൾസൺ, കാർത്തിക് മഹേഷ്, ജസ്റ്റിൻ ജോസഫ്, വിസ്മയ പി ജോയ്, മുഹമ്മദ് സിയാൻ, ഏബിൽ ജോഷി എന്നിവർക്കും BMCയുടെ അക്കാദമിക് എക്സലൻസ് അവാർഡുകൾ മുഖ്യ അതിഥികൾ ചേർന്ന് സമ്മാനിച്ചു. TP ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരെ ബഹ്റിൻ മീഡിയ സിറ്റി മെമന്റോ നൽകി വേദിയിൽ ആദരിച്ചു. മുഖ്യ അതിഥിയായി പങ്കെടുത്ത TP ശ്രീനിവാസൻ സാറിന്റെ ജന്മദിനം വേദിയിൽ ഏവരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. BMCയുടെയും DMCയുടെയും സ്നേഹ സമ്മാനവും TP ശ്രീനിവാസൻ, ദീപ ജോസഫ് എന്നിവർക്ക് വേദിയിൽ ഫ്രാൻസിസ് കൈതാരത്ത് കൈമാറി. ഇഷിക പ്രദീപ് അവതാരകയായ ചടങ്ങിൽ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനോൻ, മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ, ഫെഡ് സെക്രട്ടറി സുനിൽ ബാബു, ബഹ്റിനിലെ സാമൂഹ്യ പ്രവർത്തകരായ EV രാജീവൻ, ജയേഷ് താന്നിക്കൽ, അജി പി ജോയ്, ഗോപാലേട്ടൻ, തോമസ്, രാജേഷ് പെരുങ്കുഴി, BMC കുടുംബാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. BMC സ്പോർട് ന്യൂസ്.